ഹലോ, ഇന്ന് നമുക്ക് ഇതുപോലൊരു പേപ്പർ 3D ഫ്ലവർ ഫ്രെയിം ഉണ്ടാക്കാം. ഇന്ന് മഴ ദിവസമായതുകൊണ്ട് തന്നെ ഷോപ്പിൽ പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ആ ഒരു 3D ഫ്രെയിം. അപ്പോഴാണ് ഓർമ്മ വന്നത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. ഫസ്റ്റ് നമ്മൾ പേപ്പർ ഫ്രെയിമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതൊരുവിധം എല്ലാവർക്കും പറയുന്നുണ്ടാവുമല്ലോ, എന്നാലും ജസ്റ്റ് പറഞ്ഞു തരാം. ഞാനിതിലെടുത്തിട്ടുള്ളത് 25 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ പേപ്പർ എടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയർ ഷേപ്പിലാണ്. എന്നിട്ട് ഓരോ സൈഡിലും 1 സെൻറ്റിമീറ്ററിൽ 4 വരകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ തന്നെ ആ സെൻറ്റർ പോർഷന് കണക്കാക്കിയിട്ട് വേറൊരു സ്ക്വയർ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതായി കോർണേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ 4 കോർണേഴ്സും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡിൽ മാത്രം 1 സെൻറ്റിമീറ്ററിൽ ഇപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവുക കാണുമ്പോഴായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഇനി നമ്മൾ ലൈൻ ചെയ്ത ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലൈൻ ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുള്ള പണി തുടങ്ങാം. ആദ്യം 5 സെൻറ്റിമീറ്ററിൽ 3 സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4 സെൻറ്റിമീറ്ററിലും 3 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതായി വീഡിയോ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാവുമല്ലോ, അതായത് ഇതളുകൾ പോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച 6 ഷീറ്റും ചെയ്തെടുക്കാം. 3 ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. 2 തട്ടായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് 6 ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. 1 വലുതും 1 ചെറുതുമായിട്ടാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് കളർ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പിങ്ക് ഉണ്ടാക്കിയതുകൊണ്ട് ഇപ്പോൾ ഞാൻ പർപ്പിളാണ് എടുക്കുന്നത്. എന്താണെന്ന് അറിയില്ല, ഈടായിട്ട് എടുക്കുന്നതെല്ലാം പർപ്പിളാണ്. കമൻറ്റും വരാറുണ്ട്, ഞാൻ കാണാറുണ്ട് കേട്ടോ, എല്ലാ ഐറ്റംസും പർപ്പിളാണല്ലോ എന്ന്. അതുകൊണ്ട് അടുത്ത വീഡിയോ എന്ത് വേണം, ഏത് കളറിൽ വേണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ 6 ഫ്ലവേഴ്സിനും കളർ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ഫ്ലവറിൽ ജസ്റ്റ് ഞാനൊരു യെല്ലോ ഷെയ്ഡ് കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലവറിന് പർപ്പിൾ മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഏത് ഗ്ലൂ ആണെങ്കിലും എടുക്കാം കേട്ടോ. എനിക്ക് എടുക്കാൻ സിമ്പിൾ ഗ്ലൂ ഗൺ ആയതുകൊണ്ട് അത് എടുത്തതേ ഉള്ളൂ, കയ്യിലൊന്നും ആക്കണ്ടല്ലോ. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞി സ്റ്റോൺ ഇതിൻ്റെ നടുവിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 2 കൂടി ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഫ്ലവർ റെഡിയായി. അങ്ങനെ നമുക്കിത് 3 ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ബെസ്റ്റ് സപ്പോർട്ടറിൻ്റെ കാര്യം ആരും മറക്കണ്ട, ഞാനും മറന്നിട്ടില്ല. നമുക്കിപ്പോൾ ഒരുപാട് കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. നല്ല സപ്പോർട്ട് ചെയ്യുന്ന അടിപൊളി സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. എല്ലാവരും നമ്മൾ നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ്.
എന്തായാലും നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ് ആരായിരിക്കും നമ്മുടെ ബെസ്റ്റ് സപ്പോർട്ടർ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും വെയിറ്റ് ആൻഡ് സീ. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത്. അതിലേക്ക് ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് കുറച്ച് തണ്ടുകൾ വരച്ചു കൊടുക്കാം. ജസ്റ്റ് പെന്നിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയിട്ടാൽ മതി, വലിയ സീനൊന്നുള്ള പരിപാടിയല്ല. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. നമുക്ക് ജസ്റ്റ് ഒരു ബോ ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബോ ഉണ്ടാക്കി വെച്ചിട്ട് കാണാൻ. ബോ ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ആ ഫ്ലവറിനേക്കാളും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളറിലാണ് റിബൺ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രെയിം ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട് നോക്കണ്ടേ നമുക്ക് ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് പേഴ്സണലി ഈ മോഡൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. വോളിലൊക്കെ വെക്കുമ്പോൾ എന്തോ ഒരു അടിപൊളി ലുക്ക് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്കത് ഏറ്റവും ഭംഗിയുള്ള സാധനം തന്നെ ആവുമല്ലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാം. ഇത് ഞാൻ നമ്മുടെ ഷോപ്പിൻ്റെ വോളിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വോളിൽ വെച്ചാൽ ഭംഗി ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത്. ഡെസ്കിലും വെക്കാം കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. ഇതാണ് കേട്ടോ വോളിൽ വെച്ചിട്ടുള്ള ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.